ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. ഞാൻ കുറേ കാലമായിട്ട് ജനീത്ത ഫോൺ യൂട്യൂബ് ചാനലുണ്ടായില്ല. ഞാൻ കുറേ കാലമായിട്ട് തിരക്കിലൊക്കെ പെട്ട് വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. അടുത്തൊക്കെ വെച്ചിട്ടുണ്ടാകും, പക്ഷേ എന്ത് കാരണം വെച്ചാൽ അതൊക്കെ പോയി. അപ്പം അന്ന് ഇന്ന് ഇടാനായിട്ട് അവസരം കിട്ടിയില്ല. നമുക്ക് എന്ന് വെച്ചാൽ ഞാൻ എടുത്ത് വെച്ച് ഇത്രയും ആളായിട്ട് എടുത്തു വെച്ചതാണ്, പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ റീ ആയിട്ട് എടുത്ത് വെച്ചത് 1 മാസം മുമ്പുള്ള സാധനമാണ് നമ്മൾ എടുത്ത് വെച്ചത്. അതിപ്പോൾ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അതിൻ്റെ അൺബോക്സിങ് വീണ്ടും ചെയ്യേണ്ട വരും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞേക്കാം. ഇതെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഗിഫ്റ്റാണ്. നമുക്ക് ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കവായ് സ്റ്റിക്കേഴ്സാണ്. കവായ് സ്റ്റിക്കേഴ്സ് എനിക്ക് സ്റ്റിക്കർ കളക്ഷൻ ഉണ്ട്. ആ സ്റ്റിക്കർ കളക്ഷൻ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോ തന്നെ. എത്ര നീണ്ടു പോകുമെന്ന് എനിക്കറിയില്ല. ഇതാണ് എൻ്റെ കവായ് സ്റ്റിക്കർ കളക്ഷൻ. അല്ലേ കുറേ കവായ് ഉണ്ട്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. കവായ് ഇത്ര പിന്നെ ഇത് നമ്മളെ എന്താണ് വാളിലൊക്കെ ഒട്ടിക്കൂലേ, അത് ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ വാങ്ങി തന്നിട്ടുണ്ട്. 3-ാമത്തിൻ്റെ നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ 2 തവളയും ഒരു ബിയറുമാണ് വന്നേക്കണത്. ഒരു തവള, പിന്നെ വേറൊരു ബിയറ്, വേറൊരു ബിയർ. ഇത്രയാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് പറഞ്ഞാൽ നമ്മുടെ ടേപ്പിൽ ഞാൻ ഒട്ടിക്കണത് നമ്മളിങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമില്ലേ, അതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്നിട്ടാണ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കട്ടർ വരുന്നത്. ഞാൻ ഒരു റോൾ എടുത്ത് ഇപ്പം ഡെമോ കാണിച്ചു തരാം. ഇങ്ങനെ അത് ഇടും, ഇങ്ങനെ ഇടും. ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്നത് ഒരു പാടാണ്. പുറത്തെടുത്ത് അറ്റം കണ്ടുപിടിച്ചിട്ടിടാം. കിട്ടി അറ്റം കിട്ടി. നമുക്കിന്ന് കട്ട് ചെയ്ത് കാണിച്ചതാ. ചിലയിലേക്ക് ഇങ്ങനത്തെ വാങ്ങുമ്പോൾ പള്ളി പെരുന്നാളിനൊക്കെ ഞാൻ ഒരാഴ്ച വാങ്ങിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ കട്ടാവില്ല, വെറുതെ ഇത്രയും വരുള്ളൂ. ഇത് കട്ടാവുന്നുണ്ട്. കണ്ട കട്ടായിട്ടുണ്ട്. കട്ടാക്കിട്ടത് നല്ല സ്റ്റിക്കും കയ്യിലോട്ട് ചാച്ച പൊട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല സാധനം. അപ്പം ഇതാണ് എൻ്റെ 3-ാമത്തെ ഐറ്റം. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ കണ്ണടയാണ് അടുത്ത ഐറ്റം. ഈ ഐറ്റം കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട ഒരു കണ്ണടയാണ്. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ഗിഫ്റ്റാണ്. കണ്ണട ഞാൻ വെച്ച് കാണിച്ചത്. എനിക്ക് ഒരു ലുക്കില്ല ഈ കണ്ണട വെച്ചിട്ട്, അത് മുക്കിയതാണ്. ഇങ്ങനെ കാണുമ്പോഴേക്കും ഞാൻ ലുക്കായിട്ടിരിക്കും, പക്ഷെ ഒരു ലുക്കില്ല. ഇതെനിക്ക് ഞാൻ കണ്ണാടി വെച്ചിട്ട് എങ്ങനെയുണ്ട്? ഇത് വെച്ചിട്ട് വീഡിയോ എടുത്താലോ? അയ്യേ വേണ്ട, പൊട്ടയിപ്പോ. ഇതാണ് കണ്ണട. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യും. പൊട്ടയെന്ന് എനിക്കറിയാം, എന്നാലും കമൻറ്റ് ചെയ്യും. അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തു ഇത്ര
കുറേ നാളായില്ലേ തീരാത്തത് ഒരെണ്ണമുണ്ട്, 2-3 തീരാത്തത്. അതെ പടക്കില്ലേ, പടക്കം ഇതിങ്ങനെ ഇട്ട് പൊട്ടിക്കുക. പക്ഷേ ഇപ്പോൾ ഞാൻ പൊട്ടിക്കുന്നില്ല. ഇപ്പോൾ പൊട്ടിച്ചാൽ എൻ്റെ അപ്പാടെ ഇത് കിട്ടും, അതുകൊണ്ട് ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല. അടുത്തെന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞാൽ മറ്റേ ലബൂബു സ്റ്റിക്കേഴ്സാണ്. ലബൂബു സ്റ്റിക്കേഴ്സ് എനിക്ക് ഇഷ്ടമൊക്കെയാണ്, കുഴപ്പമില്ല. അടുത്തത് നെക്സ്റ്റ് ഐറ്റം സ്റ്റിൽസ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാ ഡയറി. ഞാൻ വിചാരിക്കും എന്താ മൊത്തം പെണ്ണുങ്ങൾ, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. കണ്ട, ഇതാണ് എനിക്ക് കിട്ടിയ വേറെ ഒരു ഐറ്റം. ഇത്രേ ഉള്ളൂ എൻ്റെ അമ്മ. ഓക്കെ, അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹാമ്പറാണ്. ഇതാണ് ഹാമ്പറിൽ ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കീ ചെയിനാണ്, ഒരു പോക്കിമോൻ്റെ കീ ചെയിൻ. ഇഷ്ടപ്പെട്ടു, 2 കീ ചെയിൻ. ഞാൻ ആദ്യം വിചാരിച്ച് ഇത് 2 എന്നിട്ട് പൂജാണ് യൂസ്. ഇത് 2 ഒരെണ്ണം തന്നെ ഇരുന്ന്. ഇതൊരു കീ ചെയിൻ. അതിന് മുമ്പ് കാര്യം പറയും. ഇത് എനിക്ക് തന്നത് ദ ഹാപ്പി എവരി ഡേ, അങ്ങനെയൊക്കെ കാർഡിൽ തന്ന ആൾക്കാരുടെ പേര് ഞാൻ വായിച്ചതാണ്. ഹാപ്പി ബർത്ത്ഡേ ഫ്രം നിമ എന്ന് പറയുന്നൊരു എൻ്റെ കസിൻ ചേച്ചി, പിന്നെ കുഞ്ഞാൻറ്റി എന്ന് പറയുന്ന എൻ്റെ ആൻറ്റി, സിനി ആൻറ്റി, അതും എൻ്റെ ആൻറ്റി. അത്രയും പേരാണ് ഇതെനിക്ക് തന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു ഇറേസർ എന്ന് പറയുന്ന ഒരു ഇറേസർ തന്നായിരുന്നു. പക്ഷേ മിഠായി സ്നിക്കേഴ്സ് ഇല്ലേ, സ്നിക്കേഴ്സിൻ്റെ തനി ഇതാണ്. പക്ഷേ സ്നിക്കേഴ്സ് അല്ല ഇത്, പക്ഷെ പൊട്ടിച്ച് കഴിഞ്ഞല്ലേ തനി റബ്ബറാണ്. ഗൈസ് കാണിച്ചു തരാം. പൊട്ടിച്ചു മണ്ണവുമില്ലേ, കറക്റ്റ് സ്നിക്കേഴ്സിൻ്റെ മണ്ണും. എനിക്ക് മണപ്പിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതേ ഇതാണ് സ്റ്റിക്കേഴ്സിൻ്റെ റബ്ബർ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൽ നമ്മളെ മറ്റേ ഇതൊരു സാധനങ്ങൾ ഉള്ളുകൂടി ഇങ്ങനെ അടിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി കണ്ട ക്ലിയർ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതേ അങ്ങനത്തെ ഒരു ഇതും വെച്ചിട്ടുണ്ട് ഈ റബ്ബറിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാധനം, നല്ലതാണ്. പ്രൈസ് കുട്ടികളത് കണ്ടോ കടിക്കാൻ നോക്കും, പക്ഷെ കടിക്കാൻ പൊട്ടൂല, അത് വേറെ കാര്യം. ഇനി വേറൊരു എൻ്റെ ഫേവറേറ്റ് ഞാൻ കളക്ട് ചെയ്യണ ഒരു സാധനം, ഗസ് ചെയ്തോ, കമൻറ്റിലിട്ടോ. അതെ കാർ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായി പണ്ട്, ഇതിനാൾക്ക് മുമ്പ് കാറിൻ്റെ അങ്ങനത്തെ ടൈപ്സ് വീഡിയോ. എനിക്ക് കാർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് റംബോർഗിനി അങ്ങനെയൊക്കെ വണ്ടികൾ കണ്ട് അങ്ങനത്തെ പോകും, അങ്ങനത്തെ ഒരാളാണ്. അപ്പം കാറ് എനിക്ക് കാറാണ് ഇല്ല, കാറാണ് ഫിക്സ്. ഇതാണ് കാർ, കറക്റ്റ് ഒരു വെള്ള കാർ, മഹീന്ദ്ര കാറാണ് കിട്ടിയത്. ഇത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മഹീന്ദ്ര കാറാണ് നമുക്ക് കിട്ടിയത്. ഇത് നല്ല കാറാണ്, മെറ്റലാണ് വരുന്നത്. അതിൻ്റെ ടോപ്പ് ഈ ഭാഗം മാത്രമാണ് പ്ലാസ്റ്റിക് വരുന്നത്. ഇവിടെ എന്തോരം ഒറിജിനൽ ഗ്ലാസ്സല്ലേ ക്യാപ്പ. കിടക്കട്ടെ. ഇരുന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സാധനത്തിൽ അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തത് ലബൂബു സ്റ്റിക്കേഴ്സ്. ലബൂബുൻ്റെ സ്റ്റിക്കേഴ്സ്
കുട്ടിയായിരുന്നു. കവായി പിന്നെ ഇത്തിരി സാധാ ടൈപ്പ് സ്റ്റിക്കേഴ്സ് കുട്ടിയായിരുന്നു. സാധാ ടൈപ്സ് സ്റ്റിക്കേഴ്സാണ് ഇത്. ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, കാണിച്ചു തരാം. എന്നാലും ആൽഫബറ്റിൻ്റെ സ്റ്റിക്കേഴ്സ്, ഒരു ബെൻറ്റൻ്റെ സ്റ്റിക്കേഴ്സ്, പിന്നെ കാറുകളുടെ സ്റ്റിക്കേഴ്സ്, ടോം ആൻഡ് ജെറി, കിറ്റി, ഇത്രേൻ്റെ സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ കൈ മുമ്പ് വ്യത്യാസമാണ്, കൈ പോയി. ഇനി അടുത്തത് ഒരു ജിറാഫിൻ്റെ പേന. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ കൂട്ടാൻ്റെ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ പൊട്ടിച്ചിട്ടില്ല, വേണമെന്ന് പറഞ്ഞു, പക്ഷെ അത് തന്നില്ല. സെയിം സാധനം, എൻ്റെ മഞ്ഞ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വെക്കാം, കാണൂല. പിന്നെ ഞാൻ കാർഡ് കളക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം കാർഡ് കളക്ഷൻ ഞാനൊരു വീഡിയോ ഒരു ദിവസം ഇടാം, കാർഡ് കളക്ഷൻ്റെ വീഡിയോ. ഇത് നറൂട്ടോ കാർഡ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, പോക്കിമോൺ കാർഡ് ഉണ്ട്, ഗോൾഡ് സിൽവർ അങ്ങനത്തെ അവഞ്ചേഴ്സ് കാർഡ്, അങ്ങനെ ഇത്ര ടൈപ്സ് ഓഫ് കാർഡ്സിൻ്റെ കളക്ഷനും എൻ്റെ കയ്യിൽ ഉണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ബോർഡ് ഗെയിം. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്, ബോർഡ് ഗെയിം കളക്ഷൻ. എത്ര 5-6 ബോർഡ് ഗെയിമേ ഉള്ളൂ. ഇതിപ്പോൾ 7 6 അത്രാമത്തെ ബോർഡ് ഗെയിമിൻ്റെ ഒരു കളക്ഷൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഡൊമിനോസ് എന്നാണ് എൻ്റെ പേര്. ഡൊമിനോസ് കഴിക്കുന്ന സാധനം എന്നിട്ട് ഉദ്ദേശിക്കാം. ഡൊമിനോസ് ഗെയിമാണ്. ഇതിലിങ്ങനെ ക്യൂബ്സാണ്. കളിയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, തുറന്നാൻ തരാം. ഇങ്ങനത്തെ ഒരു ക്യൂബ്സാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ 24 രാത്രി കിടിലൻ വീഡിയോ വരുന്നുണ്ട്. എന്നിട്ടാണെന്ന് പറഞ്ഞാൽ കരോളിനുണ്ട്. കരോളിൻ്റെ ഫുൾ വീഡിയോ വരും. കരോളിൻ്റെ മൊത്തം വീഡിയോ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. അത് അന്നത്തെ ദിവസം. ഇപ്പോൾ എനിക്ക് പരീക്ഷയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ പരീക്ഷ നാളെ മലയാളം സെക്കൻഡാണ്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിച്ചേക്കണേ. നീലെന്ന് പറഞ്ഞാൽ 8 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും. എല്ലാവരും കളിച്ചാൽ പറ്റുമോ എനിക്ക് അറിയില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എഴുതിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ എന്നിട്ടാണ് നീ അറിയാമല്ലോ സ്പേസിൻ്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സ്പേസിൻ്റെ ബുക്കാ അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും. ഞാനും വിചാരിച്ചായിരുന്നു സ്പേസിൻ്റെ വല്ല സാധനങ്ങൾ. പക്ഷേ ഇത് സ്പേസിൻ്റെ സാധനങ്ങളല്ല, കളറിങ്ങിൻ്റെ സാധനങ്ങളാണ്. എന്നുവെച്ചാൽ കാണിച്ചിപ്പം മൈക്ക് അവിടെ വെക്കും, ഇവിടെ വെക്കാതെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, സോറി. ഉറപ്പില്ല, അല്ലേ അതൊരു വഴി. ഓക്കെ, ഇനി ഞാൻ പറയാം. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ചെരുവൊക്കെ ഉണ്ടാവും, കാരണം ഞാൻ എൻ്റെ ബെഡുമ്പോൾ കുത്തിയ ചെരുവ്. കളറിങ്ങിൻ്റെ ഐറ്റംസാണ് ഇതിൽ വരുന്നത് മെയിനായിട്ട്. ഇതിൽ പെൻസിലിൻ്റെ ഇത് വരുന്നുണ്ട്, അങ്ങനത്തെ ഇത്തിരി സാധനങ്ങൾ മാത്രം, അത്രയും മതി. പിന്നെ ഇവിടെ ഈ സാധനം മനസ്സിലായി, മറ്റേ നമ്മുടെ കളർ ചെയ്യുമ്പോൾ മറ്റേ സാധനം. പിന്നെ ഇത്തിരി പെൻസില്, അതിൻ്റെ ടൂളും ഇതിൻ്റെ ഇടയിൽ തന്നിട്ടുണ്ട്. അത്രയാണ് അതിൽ തരുന്നതല്ല വരുന്നത്. അടയുന്നില്ല.
അടച്ചിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് മാറ്റാം. അടുത്തത് ഇനി ഒരു സാധനം കൂടി ഉള്ളൂ, ലാസ്റ്റ് സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ ചേച്ചി തന്ന സാധനങ്ങളാണ് കേട്ടോ. ഇപ്പം ഇത് ചേച്ചി എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന അമ്മൂന്നാണ്, ഫിയോണാണ് പേര്. എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്തെങ്കിലും കാണിച്ചു തരാണ്ടെന്തെങ്കിലും പോലും. ഒന്നും പഠിക്കാണ്ടാണ് ഈ വീട്ടിൽ പോവുക, ഒന്നും പഠിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഡോംസിൻ്റെ ഒരു കളറിങ് സെറ്റ് അല്ലല്ലേ, ആ സ്കൂളിൽ പോയില്ലേ അപ്പോഴത്തേക്ക് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ്. ഞാൻ തുറന്ന് കാണിക്കാം. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു 12 ഷെയ്ഡ്സ് ഉള്ള ഒരു കളറിങ് ക്രയോൺസ്, 2 ഡോംസ് പെൻസിൽ, പിന്നെ ഒരു ഡോംസിൻ്റെ സ്കെയിൽ. പിന്നെ ഇല്ലേ ഈ സ്കെയിലിന് പ്രത്യേകതയുണ്ട്. പണ്ടില്ലേ ഈ സ്കെയിൽ ഞാൻ ഒരു കൂട്ടുകാരൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിലൊക്കെ ചോദിച്ചത് ഓരോരുത്തരും കിട്ടിയില്ല, പക്ഷെ അതിപ്പോൾ കിട്ടും, സമാധാനമായി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ബോക്സും കൂടി ഇതിലുണ്ട്. ബോക്സ് സെറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ബോക്സ് ഇല്ലാണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ബോക്സ് ഞാൻ കാണിച്ചതാണ്. ഇതാണ് ബോക്സ്. 2 കള്ളി ബോക്സിൽ വരുന്നുണ്ട്. അടുത്ത വേറൊരു ഇങ്ങനത്തെ ബോക്സ് ഇപ്പോൾ കുറേ പേര് അത്രയാണ് എനിക്ക് ഹാംബറിൽ നിന്ന് കിട്ടിയത്. ഇനി അടുത്ത ഹാംബറിൽ നിന്ന് എനിക്ക് കിട്ടിയതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. എനിക്ക് കളർ ചെയ്യാൻ നല്ലോണം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എൻ്റെ ഒരു ഇഷ്ടത്തിലാണ് വാങ്ങി തുടങ്ങുന്നത്. സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം, അതുകൊണ്ടായിരിക്കും. ഇതേ ശ്യാമലിൻ്റെ പെയിൻറ്റ്സ്, അക്രിലിക് പെയിൻറ്റ്സ്. ഇതേ പച്ച, ബ്ലൂ, ബ്ലാക്ക്, റെഡ്, മഞ്ഞ, വെള്ള, അത്രയാണ് വരുന്നത്. പിന്നെ വീണ്ടും ഒരു കളറ്, വാട്ടർ കളർ, പണ്ടത്തെ കത്തി സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടം. ഓക്കെ, 11-12 കളേഴ്സും ഒരു ബ്രഷുമാണ് ഇതിൽ വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു സ്കെച്ചിൻ്റെ ബാക്കിലെ പ്രത്യേകത, അത് നമുക്ക് അക്ഷരമൊക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് അതിനെ എഴുതി പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇത് എത്ര കളേഴ്സാണ്? 24 ഷെയ്ഡ്സാണ് കേട്ടോ അത്രയും വരുന്നത്. പിന്നെ ഒരു ബ്രൗണി, പിന്നെ വേറെ 2, 3, 4, 5 മിഠായി അത്രയൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പണ്ട് തുടങ്ങി വാങ്ങണമെന്ന് വിചാരിച്ച സാധനം ഇതാണ് പോക്കറ്റ് നൈഫ്. ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ടൂർ പോയായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പം മൂന്നാറിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഇത്ര മിഠായി ലൂടിക്ക് അത്ര വാങ്ങി. ഇത് 200 രൂപ. അപ്പം നമുക്ക് ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് നൈഫ്. അങ്ങനെ തന്നെ വെറുതെ ആക്ഷൻ കാണിച്ചാൽ നല്ല മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ച് കാണിച്ചത് മുറിച്ചൊന്നും കാണിക്കാമല്ലോ. അതെ നൈഫ് മുറിച്ചുള്ളതിൻ്റെ ഷെയ്ഡ് കണ്ടാൽ മനസ്സിലാവും. നൈഫ്
ഇനി നമ്മൾ അൺബോക്സിങ് പുതിയ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈക്കോ പുറത്ത്. പിന്നെ ഇതിൻ്റെ വേറൊന്നും പ്രത്യേക ഇത് ഇവിടേക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടുമ്പോൾ പോക്കറ്റിലൊക്കെ ഇരിക്കും. ഇവിടെ കയറാനുള്ള ഓക്കെ. ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ വേറെ ടൈപ്പ് സാധനമായിരുന്നു. അതിന് സെയിം കാശൊക്കെ തന്നെ, പക്ഷെ അതായിരുന്നു ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്നു കൈ വെച്ച് വലിക്കാം. ഞാൻ അതിന് കാശ് സെയിം തന്നെയായിരുന്നു, പക്ഷെ വാങ്ങാൻ തോന്നിയില്ല. ഇതിനാ ഭംഗി ഉണ്ടായിരുന്നു വാങ്ങിച്ച്. അപ്പം ഇനി 2 സാധനം കാണിച്ചു തരാം. അത് ബർത്ത്ഡേക്ക് കിട്ടിയതല്ല, ഞാൻ എൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഒരു കളക്ഷൻ കാണിച്ചു തരാം. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റേഷനറി ഐറ്റംസ് കാണിച്ചു തരാം. സ്റ്റേഷനറി കളക്ഷൻ കൂട്ടിക്കോ, കുറേ കളക്ഷൻ ഉണ്ട്. സ്റ്റേഷനറി കളക്ഷൻ ഫസ്റ്റ് പെൻ കളക്ഷൻ. ഞാൻ എൻ്റെ സ്റ്റേഷനറിയിലെ പെൻ കളക്ഷൻ എന്ന് പറയുന്നത് കുറേ പെൻസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു യൂണിക്കോൺ, പിന്നെ ഒരു വേറെ സാധാ പെൻ, പിന്നെ വേറൊരു ജെല്ലൊക്കെ ആഡ് ചെയ്തൊരു പെൻ, പിന്നെ ഒരു പെൻസിൽ, പിന്നെ ഒരു 2 പെൻസിൽ, പിന്നെ ഇതെന്തോ ടൈപ്പ് പെൻ. ഞാൻ BTS ഫാനൊന്നുമല്ല, പക്ഷെ പെൻ കളക്ഷന് വേണ്ടി ഞാൻ വാങ്ങിയത്. പൊട്ടം എന്നെ അറിയണമെന്നുണ്ട്, പക്ഷേ ഇതെൻ്റെ കളക്ഷനാണ്, ഞാൻ കളയില്ല. പിന്നെ ഒരു യൂണിക്കോണിൻ്റെ ഇത്, പിന്നെ ഒരു സാധാരണ. അത്രയും പെൻ കളക്ഷനും ബാക്കിയൊക്കെ റബ്ബർ അങ്ങനത്തെ ഐറ്റംസിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. വീഡിയോയിലാണോ? ഏകദേശം ഒരു 10-15-20 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. ഇതാണ് അടുത്തത്. ഫസ്റ്റ് ഒരു കീ ചെയിൻ തന്നെ ഉണ്ട്. പിന്നെ നമ്മുടെ ടാബ്ലറ്റ് പെൻ ഉണ്ട്. ടാബ്ലറ്റ് പെൻ കഴിഞ്ഞതായിരിക്കും. പിന്നെ റബ്ബർ, ഇങ്ങനത്തെ ഒരു റബ്ബർ ഉണ്ട്. പിന്നെ വാച്ചിൻ്റെ ഇതില്ലേ, വാച്ച് പണ്ടത്തെ മെയിൻ സാധനം ടാറ്റു, വാച്ച് ടാറ്റു ഗൈസ്. പിന്നെ അതുപോലത്തെ വേറൊരു വാച്ച് ടാറ്റു ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വേറൊരു യൂണിക്കോണ്ടായ റബ്ബർ ഉണ്ട്. പിന്നെ ഒരു വേറെ യൂണിക്കോണ്ട് റബ്ബറുണ്ട്. ഇങ്ങനത്തെ ഒരു റബ്ബറുണ്ട്. പിന്നെ വേറൊരു മിഠായിയുടെ റബ്ബറുണ്ട്. ഇത് 2 അപ്സരയുടെ റബ്ബറുണ്ട്. പിന്നെ ഒരു ടാറ്റു അല്ല, മറ്റേ സ്റ്റാമ്പ് 3 കൂടി ഉണ്ട്. അത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്റ്റാമ്പും കൂടി ഉണ്ട് കേട്ടോ. അത് പക്ഷെ താഴ്ത്താണ് ഞാൻ പിന്നെ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ അല്ല, പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ. അത്രയാണ് നമ്മളെ സ്റ്റേഷനറി കളക്ഷൻ ഇതിൽ വരുന്നത്. ഇനി അടുത്ത കളക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ കളക്ഷൻ. അടുത്ത വീഡിയോ കാണിക്കുന്ന ഈ വീഡിയോ തന്നെ കാണിച്ചാൽ എന്തായാലും എടുത്തൊക്കെ വെച്ചേക്കാം. സ്റ്റിക്കർ കളക്ഷൻ ശേഷം അടുത്ത വീഡിയോ കാണിക്കാം. കാരണം അത് ഇച്ചിരി കൂടുതലുണ്ട്. മറ്റേതും കൂടിയൊക്കെ ചേർത്ത് ഞാൻ കാണിക്കാം സ്റ്റിക്കർ കളക്ഷൻ്റെ. അപ്പോൾ സെറ്റാവില്ല. അത് ഞാൻ ഏകദേശം നാളെ മറ്റേന്നൊക്കെ ഇടാം. നാളെ പറ്റൂല, നാളെ ഫുൾ പഠിപ്പിക്കും. കാരണം ഹിന്ദിയാണ് ഗൈസ്. പിന്നെ ഫ്രീ ആണ്, ഇംഗ്ലീഷിൻ്റെ ഡേ ഫ്രീ കിട്ടും. അപ്പം അന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ബൈ.